പെട്ടെന്നൊരു ചിക്കൻ പിസ്സ ഉണ്ടാക്കിയാലോ? യെസ്, വളരെ ഈസി ആയിട്ട് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന പിസ്സ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 4 ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിലാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പിസ്സ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടാവുന്ന സമയത്ത് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ബ്രെഡിന്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ പിസ്സ സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഓൾറെഡി നമ്മളുടെ ചാനലിൽ എങ്ങനെയാണ് പിസ്സ സോസ് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ബ്രെഡിന്റെ മുകളിലേക്ക് പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ മുകളിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ബ്രെഡിന്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് ചീസിന്റെ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഫുൾ ഷീറ്റും പിന്നെ ഒരു ഷീറ്റ് പാതിയിലും മുറിച്ചതുമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ടോട്ടൽ 3 ചീസിന്റെ ഷീറ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അങ്ങനെ ഇപ്പോൾ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ തന്നെയാണ് ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ പിസ്സ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.